പക്ഷേ എനിക്ക് അങ്ങയോട് പറയാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കനിവളിൽ ഉദിക്കൊല്ല കാരുണ്യരാശി, അല്ലയോ കാരുണ്യരാശി, കരുണക്കടലേ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് വൈശാഖ മാസത്തിലെ 2ാമത്തെ ദിവസമാണ്. ഏപ്രിൽ മാസം 18-ാം തീയതി, അതായത് ഇന്നലെ ആയിരുന്നു വൈശാഖ മാസം തുടങ്ങിയത്. ജനുവരി ഫെബ്രുവരി തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് വർഷം എന്ന് വെച്ചാൽ ക്രിസ്തു വർഷവും, ചിങ്ങം കന്നി തുലാം എന്നിങ്ങനെ പറയുന്നത് മലയാള മാസമാണ്. അതിന് പറയുക കൊല്ലവർഷവും എന്ന് പറയാം. ഭാരതത്തിലൊക്കെ മിക്കവാറും സ്റ്റേറ്റുകളിൽ, കേരളത്തിൽ അത്രയധികം അങ്ങനെ നമ്മൾ മലയാളം ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, ശകവർഷം അധികം ഉപയോഗിക്കാറില്ല. എങ്കിലും ചില വിശേഷ കാര്യങ്ങൾക്കൊക്കെ ശകവർഷം നമ്മൾ നോക്കാറുണ്ട്. അതിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ശകവർഷ തീയതിയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് വൈശാഖ മാസം? എല്ലാവരും വളരെ കാര്യമായിട്ട് പറയും ഇന്ന് വൈശാഖ മാസം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇത് വൈശാഖ മാസമാണ് എന്നൊക്കെ പ്രത്യേകിച്ച് പറയാറുണ്ട്. ഭക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഹിന്ദു സമുദായത്തിൽ നമ്മൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മാസമാണ് വൈശാഖ മാസം, ശകവർഷത്തിലെ വൈശാഖ മാസം. ഫാൽഗുനം, ചൈത്രം, വൈശാഖം, ആഷാഢം, മാർഗഴി, അങ്ങനെ കുറേ ഒരുപാട് 12 മാസമാണല്ലോ ഉള്ളത്. അതിൽ ശകവർഷത്തിലെ വൈശാഖ മാസം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. പ്രത്യേകിച്ചും ഭക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെയധികം ഭക്തിപരമായ ഒരു നല്ല മാസമാണ്. എല്ലാ മാസവും നല്ലത് തന്നെയാണ്, എല്ലാ ദിവസവും നല്ലതാണ്, എല്ലാ സമയവും നല്ലതാണ്. പക്ഷേ ഭക്തിപരമായിട്ട് ഇതിനെന്താ പ്രാധാന്യം കൊടുക്കണമെന്ന് വെച്ചാൽ, ഭഗവാൻ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും കൂടിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂമിയിലത്തെ ജനങ്ങളെയൊക്കെ ഒന്ന് കണ്ട് ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ നോക്കാനായിട്ട്, കാര്യങ്ങൾ നോക്കാനായിട്ട് വരുന്ന ഒരു സമയമാണത്രേ ഈ വൈശാഖ മാസം. എപ്പോഴും നമ്മൾ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുള്ള സമയമാണ് അവർക്ക് എങ്കിൽ അവർക്ക് ഒരുപാട് പരാതികൾ കേൾക്കേണ്ടി വരും ഭഗവാന്. ചില സമയത്ത് നല്ല മഴയായിരിക്കും, ചില സമയത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ജനങ്ങളുടെ കംപ്ലൈൻറ്റ് കേൾക്കാൻ ബുദ്ധിമുട്ടില്ല, അവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് കേൾക്കാനായിട്ട് സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയമാണെങ്കിൽ നല്ല സമയമാണ്, നല്ല എന്താ പറയുക, വസന്ത ഋതുവാണ്. വസന്ത ഋതു എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ചുറ്റും നോക്കുമ്പോൾ നിറയെ പൂക്കളാണ്, പൂക്കളും പഴങ്ങളും നിറച്ചുള്ള സമ്പൽ സമൃദ്ധമായിട്ടുള്ള സമയമാണ് ഈ സമയം. നമുക്ക് തന്നെ നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും. നല്ല പ്രകാശമുള്ള, ഒട്ടും മഴക്കാറൊന്നും ഇല്ലാത്ത, നല്ല സൂര്യൻ നല്ല കത്തിക്കാളി നിൽക്കുന്ന സമയമാണ്. ഇത്തിരി ചൂടുണ്ട് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പോഴും നമ്മൾ ഭഗവാനോട് പറയുമോ ഭഗവാനെ നല്ല ചൂടാണെന്നെങ്കിലും പറയൂ കേട്ടോ. എന്തായാലും കംപ്ലൈൻ്റ് ഇല്ലാത്തൊരു സമയം ആർക്കും ഉണ്ടാവില്ലല്ലോ. എന്നാലും അത്രയും ബുദ്ധിമുട്ടില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു സമയമാണ്, കാണാനും നല്ല സമയമാണ്, വസന്തകാലമാണ്. ഈ സമയത്താണ് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയോടൊപ്പം ഇവിടെ വന്ന് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വരണത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും വരുമ്പോൾ അവിടെ വളരെ ഐശ്വര്യമുള്ള ഒരു കുടുംബത്തിലേക്കാണ് ലക്ഷ്മി വരുള്ളൂ എന്നല്ലേ പറയുക. നമുക്കറിയാം എന്തൊക്കെ ചെയ്യണം. ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അല്ലേ? ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടും പരിസരമൊക്കെ ശുചിയായിട്ടിരിക്കണം അല്ലേ? മാലിന്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ശരീരം ശുദ്ധിയായിരിക്കണം, നമ്മുടെ മനസ്സ് ശുദ്ധിയായിരിക്കണം. അതിനെന്തൊക്കെ ചെയ്യാം? മനസ്സ് ശുദ്ധിയാവാനായിട്ട് നല്ല ചിന്തകൾ നിറയ്ക്കുക, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം നിറയ്ക്കുക, ധാരാളം നാമജപങ്ങൾ ചെയ്യുക, പ്രാർത്ഥനകൾ ചെയ്യുക. അതുപോലെ തന്നെ ശരീരം ശുദ്ധിയാക്കാനായിട്ട് നമുക്ക് എക്സർസൈസ് ചെയ്യാം. ഏറ്റവും പ്രധാനം കുളിക്കലാണ്. ശരീരം ശുദ്ധിയാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുളിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ശരീരശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യം തന്നെ കുളിക്കുക, നല്ല വെള്ളത്തിൽ, ശുദ്ധമായ ജലത്തിൽ സമൃദ്ധിയായിട്ട് വെള്ളത്തിൽ കുളിക്കുക. പുഴയിലാവാം, കുളത്തിലാവാം, വീട്ടിലാവാം. എന്തായാലും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കുളി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൂജാമുറിയൊക്കെ വൃത്തിയാക്കുക. എപ്പോഴും വൃത്തിയായി കിടക്കുന്നുണ്ടാവുമെങ്കിലും ഇന്നലെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ മാറ്റി അതൊക്കെ ക്ലീൻ ചെയ്ത് പുതിയ പൂക്കളൊക്കെ കൊണ്ടുവരാം. ഇഷ്ടംപോലെ പൂവും കിട്ടുമല്ലോ നമുക്ക്. അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുക, സൂര്യനെ പ്രാർത്ഥിക്കുക. സൂര്യ ഉദിച്ചു വരുമ്പോൾ സൂര്യനെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിച്ച് പിന്നെ പൂജാമുറിയിലൊക്കെ വിളക്ക് വയ്ക്കാം. പൂജ നടത്തുന്നവർക്ക് പൂജ ചെയ്യാം. പുഷ്പങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പുഷ്പം, ഫലം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അധികം കാശൊന്നും കൊടുത്ത് മേടിക്കണ്ട. അതുപോലെ തന്നെ വീടും പരിസരം ശുചിയായിട്ട് എടുക്കുക. എല്ലാ ദിവസവും അടിച്ച് തുടച്ച്
ക്ലീൻ ആക്കുക. മുറ്റവും എന്നും ക്ലീൻ ചെയ്തിടുക. പരിസരം ശുചിയായിരിക്കണം. അപ്പം തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, മനസ്സിന് സന്തോഷം ഉണ്ടാവും, ശരീരത്തിന് സുഖം ഉണ്ടാവും. അപ്പം മഹാലക്ഷ്മി എന്നും നമ്മുടെ വീട്ടിൽ താമസിക്കും എന്നാ പറയുക. അങ്ങനെ മഹാലക്ഷ്മി മഹാവിഷ്ണു നമ്മുടെ വീട്ടിലൊക്കെ, നമ്മുടെ നാട്ടിലും നമ്മുടെ മനസ്സിലും ഒക്കെ സുഖമായിട്ട് വസിക്കാനായിട്ട് നമ്മൾ ഈ ഒരു അവസരം എടുക്കാം. അപ്പം എല്ലാ ദിവസവും ഇവിടുന്ന് പോവില്ല. രാജാവിനോട് ഒരു കവി പറയുന്നുണ്ട്, എന്താ പറയുന്നറിയോ? മർത്യാകാരേണ ഗോപീവസന നിര കവർന്നോരു ദൈത്യാരിയെ തൻ ചിത്തെ ബന്ധിച്ച വഞ്ചീശ്വര, തവ നൃപനീതിക്കു തെറ്റില്ല. പക്ഷേ പൊൽത്താർ മാതാവിത തൻ കണവനെ വിടുവാൻ ആശ്രയിക്കുന്നു ദാസീവൃത്യാ നിത്യം. ഭവാനേ കനിവളിലുദിക്കൊല്ല കാരുണ്യരാശേന്ന്. രാജാവിനോട്, വഞ്ചീശ്വരനോട്, വഞ്ചി രാജ്യത്തിലെ രാജാവിനോട് കവി പറയാണ്, മർത്യാകാരേണ, മർത്യൻ്റെ ആകാരത്തിൽ ഗോപീവസന നിര കവർന്ന ദൈത്യാരിയെ. ദൈത്യാരി വെച്ചാൽ ദൈത്യന്മാരുടെ, അസുരന്മാരുടെ അരി എന്ന് വെച്ചാൽ ദേവൻ. ആ ദൈത്യാരി ദേവൻ ആരാണ്? മർത്യൻ്റെ ആകാരത്തിൽ ഗോപികമാരുടെ വസന നിര, വസ്ത്രങ്ങളൊക്കെ കവർന്നത് ആരാ? ശ്രീകൃഷ്ണനല്ലേ. മർത്യാകാരേണ ഗോപീവസന നിര കവർന്നോരു, ആ വസ്ത്രങ്ങളൊക്കെ കട്ടെടുത്ത് അവർ കുളിക്കാനായിട്ട് പോയപ്പോഴേ അവർ വസ്ത്രമൊക്കെ കരക്കെ ഊരി വെച്ചിരുന്നതൊക്കെ കട്ടെടുത്ത് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നില്ലേ ശ്രീകൃഷ്ണൻ അല്ലേ? ആ ശ്രീകൃഷ്ണനെ ദൈത്യാരിയെ തൻ ചിത്തെ ബന്ധിച്ച, തൻ്റെ ചിത്തത്തിലെ മനസ്സിലെ ബന്ധിച്ച, ബന്ധനസ്ഥനാക്കിയ വഞ്ചീശ്വര, വഞ്ചി രാജ്യത്തിൻ്റെ ഈശ്വര, രാജാവേ, തവ നിൻ്റെ നൃപനീതിക്ക്, രാജാവിൻ്റെ നീതിക്ക് തെറ്റില്ല. നീ ചെയ്ത നീതി വളരെ കറക്റ്റാണ്. എന്താ കാരണം? കള്ളന്മാരെ ബന്ധിക്കണം. ഗോപികമാരുടെ വസ്ത്രങ്ങൾ കവർന്ന ശ്രീകൃഷ്ണൻ എന്ന കള്ളനെ നീ ബന്ധിച്ചു. എവിടെ ബന്ധിച്ചു? ചിത്തത്തിൽ, മനസ്സിലാണ് ബന്ധിച്ചത്. അവനെ പുറത്തേക്ക് വിട്ടിട്ടില്ല. തവ നൃപനീതിക്ക് തെറ്റില്ല. പക്ഷേ പൊൽത്താർ മാതാവിതാ തൻ കണവനെ വിടുവാൻ ആശ്രയിക്കുന്നു ദാസീവൃത്യാ നിത്യം ഭവാനെ. പൊൽത്താർ മാതാവ്, പൊൽത്താർ പൊൻ താമരപ്പൂവിലുള്ള, ചെന്താമരപ്പൂവിലുള്ള മാതാവ്, അമ്മ. അതാരാ? പൊൽത്താർ മാതാവ്. താമരപ്പൂവിലിരിക്കുന്ന അമ്മ ആരാണ്? മഹാലക്ഷ്മി. പൊൽത്താർ മാതാവിത, താമരപ്പൂവിലിരിക്കുന്ന ആ അമ്മ ഇതാ തൻ കണവനെ വിടുവാൻ, തൻ്റെ കണവനെ വിട്ടുതരൂ, എൻ്റെ ഭർത്താവിനെ വിട്ടുതരൂ. നിൻ്റെ മനസ്സിൽ നീ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കല്ലേ, മനസ്സാകുന്ന കാരാഗ്രഹത്തിൽ അടച്ചിരിക്കല്ലേ. അപ്പം നിൻ്റെ മനസ്സിന് എൻ്റെ ഭർത്താവിന് വിട്ടുതരൂ എന്ന് പറഞ്ഞിട്ട് ദാസീവൃത്യാ നിത്യം, ദാസീവൃത്തി ചെയ്യാണ് മഹാലക്ഷ്മി. നമ്മുടെ രാജാവിൻ്റെ അടുത്ത് വന്ന് ദാസീവൃത്തി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മി ഇവിടെ വന്ന് കിടക്കാണ്. എന്തിനാണെന്നറിയാം? തൻ കണവനെ വിടുവാൻ, എൻ്റെ ഭർത്താവിനെ വിട്ടുതരൂ എന്ന് പറഞ്ഞ് ദാസീവൃത്തിയിൽ നിത്യവും ഭവാനെ, അങ്ങയെ ആശ്രയിക്കുന്നു. പക്ഷേ എനിക്ക് അങ്ങയോട് പറയാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കനിവളിൽ ഉദിക്കൊല്ല കാരുണ്യരാശി, അല്ലയോ കാരുണ്യരാശി, കരുണക്കടലേ, കരുണ വഴിഞ്ഞൊഴുകുന്ന രാജാവേ, അങ്ങ് കനിവ് അവളിൽ ഉദിക്കൊല്ല, അവളിൽ കനിവ് ഒരിക്കലും കാണിക്കരുത്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭർത്താവിന് വിട്ടുതരൂ എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസീവൃത്തി ചെയ്യാണ് മഹാലക്ഷ്മിയെങ്കിൽ. രാജാവാണെങ്കിൽ കരുണക്കടലാണ്. തന്നെ ആശ്രയിക്കുന്നവർ, തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് എന്തു വേണമെങ്കിലും കൊടുക്കും. അങ്ങ് ഇവളുടെ ഈ ദാസീവൃത്തിയെ കണ്ടിട്ട് അവളോട് കനി പുതിച്ചാൽ എന്താണ്ടാവുക? അങ്ങ് അവനെ പുറത്തേക്ക് തുറന്നു വിടും. മനസ്സിൽ നിന്ന് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവനും കൂടി പോകും. പിന്നെ അങ്ങേക്കൊന്നും ഉണ്ടാവില്ല അവിടെ. മഹാലക്ഷ്മിയോട് വന്നാലല്ലേ സമ്പത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭഗവാനെ മനസ്സിൽ ബന്ധിച്ചാൽ മഹാലക്ഷ്മി എന്നും ഇവിടെ ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഒന്നുകൂടി ചൊല്ലാം. മർത്യാകാരേണ
ഗോപീവസന നിര കവർന്നോരു ദൈത്യാരിയെ തൻ ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വര. തവ നൃപനീതിക്കു തെറ്റില്ല, പക്ഷേ പൊൽത്താർ മാതാവിതാ തൻ കണവനെ വിടുവാനാശ്രയിക്കുന്നു ദാസീവൃത്യ നിത്യം ഭവാനി. കനിവവളിലുദിക്കൊല്ല കാരുണ്യരാശേ, അവളിൽ കനിവുണ്ടാവരുതേ, ഒരിക്കലും കനിവ് കാണിക്കല്ലേ. കനിവെങ്ങാനും അവളോട് കാണിച്ചിട്ട് അങ്ങവനെ ആ ഉണ്ണിക്കണ്ണനെ പുറത്തേക്ക് തുറന്നു വിട്ടാലേ, ശ്രീകൃഷ്ണനെ പുറത്തേക്ക് തുറന്നു വിട്ടാലേ, മഹാവിഷ്ണുവിൻ്റെ പുറത്തേക്ക് മനസ്സിൽ നിന്ന് പുറത്തേക്ക് ആക്കിയാൽ മഹാലക്ഷ്മി മഹാവിഷ്ണുവിനെ കൊണ്ടുപോകും. പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല, അങ്ങേക്ക് ദാരിദ്ര്യം വരും, അങ്ങയുടെ രാജ്യമൊക്കെ നഷ്ടമാകും എന്നാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഭഗവാൻ എപ്പോഴും മനസ്സിൽ ബന്ധിക്കുക തന്നെ വേണം വെച്ചാൽ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ ചിന്തകൾ ഉണ്ടാവണം എന്നർത്ഥം. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ എല്ലാവരുടെയും മനസ്സിൽ മഹാവിഷ്ണുവും അതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മിയും നമ്മുടെ വീട്ടിലും നമ്മുടെ മനസ്സിലും ഒക്കെ കുടികൊള്ളാനായിട്ട് ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമുക്ക് പോയിട്ട് കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന്, വസന്തകാലമല്ലേ, പൂവൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, കുറേ പൊട്ടിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഭഗവാന് സമർപ്പിക്കാം. ഓക്കെ, എല്ലാവർക്കും വൈശാഖ മാസത്തിൻ്റെ ആശംസകൾ. ഇന്നലെ ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടായത്, ഒന്നാമത്തെ ദിവസം ഇന്നലെ ആയിരുന്നു. ഇന്നലെ പ്രഥമയായിരുന്നു തിഥി. ഇന്ന് പ്രഥമ കഴിഞ്ഞാൽ ദ്വിതീയാണല്ലോ, ദ്വിതീയം ഉണ്ട്, പിന്നെ തൃതീയം, കുറച്ച് തൃതീയം ഉണ്ട്. ഞാൻ പ്രഥമ തിഥി 19 നാഴിക 46 വിനാഴികയ്ക്കാണ് പ്രഥമ തിഥി ഇന്നലെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ദ്വിതീയ തിഥി ആരംഭിക്കും. അപ്പോൾ ഇന്ന് ദ്വിതീയ തിഥിയുണ്ട് കുറച്ച്, ദ്വിതീയ 11 സംതിങ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ തൃതീയ തുടങ്ങാണ്. അപ്പോൾ ഇന്ന് തൃതീയ അക്ഷയ തൃതീയ നമ്മൾ കേട്ടില്ലേ. അക്ഷയ തൃതീയയ്ക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വർണ്ണം ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന സമയമാണ് അത്ര അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അക്ഷയ തൃതീയയുടെ ആശംസകളും വൈശാഖ മാസത്തിൻ്റെ ആശംസകളും ഞാൻ നേരാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ പൂ പൊട്ടിക്കാൻ പോവാന്ന്. ഓക്കെ, ശരി. നമ്മുടെ പൂക്കൂടാട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മണ്ണാർശാലയിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഈ പൂക്കൂട പൂ പൊട്ടിക്കാൻ നമുക്കിന്നതിൽ ചെടിത്തോട്ടത്തിൽ പോയിട്ടേ കുറച്ച് പൂവൊക്കെ പൊട്ടിക്കാം കേട്ടോ. ഇവിടെ നിൽക്കണത് ചെറ്റിയാണ് കേട്ടോ, ചെറ്റിപ്പൂവ്. റോസ് ചെറ്റിയുണ്ട്, വെള്ള ചെറ്റിയുണ്ട്. വലിയ കൊലയല്ല, ചെറിയ ചെറിയ കൊലകളായിട്ടുണ്ടാവുന്നതാണ് റോസ് ചെറ്റിയും വെള്ളച്ചെറ്റിയും. പിന്നെ അപ്പുറത്ത് ചുമന്ന ചെറ്റിയുണ്ട്. പിന്നെ ഇവിടെ നന്ദ്യാർ വട്ടമുണ്ട്, കുറച്ച് മന്ദാരമുണ്ട്, തുളസിയുണ്ട്. അങ്ങനെ എല്ലാ പൂക്കളും നമുക്ക് കുറച്ചായിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ തെമ്മിയും ഇഷ്ടംപോലെ പൂവുണ്ടായിട്ടുണ്ട്. കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാനുണ്ട് കേട്ടോ. ഇത്ര മതി നമുക്ക്. കണ്ടോ, കുറേ പൂവ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ ഫലങ്ങൾ, നാരങ്ങയുണ്ട്, മാങ്ങയുണ്ട്, കൊപ്പക്കായുണ്ട്, കായുണ്ട്. കണ്ടോ പൂവ് ഇത്ര. ഇതാണ് ചുമന്ന പൂവ് ഞാൻ പറഞ്ഞത്, ചുമന്ന ചെറ്റിപ്പൂവ്, റോസ് ചെറ്റിപ്പൂവ്, പിങ്ക് ഉണ്ടോ. ഇനി വെള്ളയുണ്ട്, കാണിച്ചു തരാം. ഇതാ വൈറ്റ്. ഞാൻ കുറച്ച് പൊട്ടിച്ചോളൂട്ടോ, എല്ലാ ദിവസത്തേക്കും വേണ്ട നമുക്ക്. നല്ല സൂര്യകാന്തി അല്ലേ, നമ്മുടെ വീട്ടിൽ ഉണ്ടായ സൂര്യകാന്തി. എന്ത് ഭംഗിയല്ലേ കാണാൻ. മന്ദാരം, ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് കേട്ടോ മന്ദാരം. ചെറ്റി മന്ദാരം തുളസി എന്ന് പറയില്ലേ. അപ്പം എല്ലാതും ഇതിനുള്ളിലിട്ടിട്ട് നമുക്ക് കൃഷ്ണനായിട്ട് സമർപ്പിക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ വസന്തം എല്ലാ ചെടിയും ഇഷ്ടം പോലെ പോവാം. കൃഷ്ണന് പൂ കൊണ്ടുവച്ചു. ഈ ചെടി കുറച്ച് നനയ്ക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ലക്കി ബാമ്പൂ എന്ന് പറഞ്ഞ ചെടി, നമ്മുടെ പുല്ലിലൊക്കെ നിറയെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് വീഴും, പക്ഷേ ചട്ടികളിൽ വെള്ളം വീഴില്ല. ഈ ചെടി കണ്ടോ, 3 കളറുണ്ട്. വയലറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. 3 കളറ് പൂവുണ്ട്. ഇതൊരു തരം ചേമ്പില പോലത്തെ ചെടിയാണ്. വലിയ 3 ചട്ടിയുണ്ട് കേട്ടോ. ഇത് കണ്ണാന്തളി. ഇത് വ്യത്യസ്ത കളേഴ്സുള്ള കണ്ണാന്തളിയാണ്. ഇവിടെയൊക്കെ
ഇതിലൊക്കെ വ്യത്യസ്ത കളറുള്ള ചെടികളുണ്ട് കേട്ടോ. ചട്ടികളിൽ നനച്ചില്ലെങ്കിലേ നഷ്ടമാണ്. ഇത് കുറ്റിമുല്ലയാണ്. 4 ചട്ടിയിൽ കുറ്റിമുല്ലയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പൂവുണ്ടാവും. ഇപ്പോൾ ഇതിന് ഉണ്ടാവണുണ്ട് കേട്ടോ. ഇവിടെ ചെറ്റിയുണ്ട്, ഉഷമലരിയുണ്ട്, എല്ലാ ചെടികളും ഉണ്ട്. ഇവിടെ നമ്മുടെ കറ്റാർ വാഴ മുറ്റത്ത് വെച്ചേക്കുക, അധികം വെയിലില്ലാത്തടത്ത് വെച്ചേക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ ഗോൾഡൻ ഡിസ്മോഡിയ, ഗോൾഡൻ ബാമ്പു ഗോൾഡൻ ഡിസ്മോഡിയ ഉണ്ട്. കുറേ ചട്ടികളിൽ ഞാൻ തൈക്കൾ വെച്ചിരിക്കണതാട്ടോ. ഈ പടർന്ന് കിടക്കുന്ന മധുരക്കിഴങ്ങാണ് കേട്ടോ. ഇവിടെ ചീരയുണ്ട്, വഴുതനങ്ങയുണ്ട്. കണ്ടോ, കുറേ വഴുതനങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ, പൊട്ടിക്കണേ. കുറേ ചീരയുണ്ട്. പൂക്കളൊക്കെ അവിടെ കൊണ്ടുവച്ചതാണ്. ഞാൻ കൃഷ്ണന് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പാർട്ടി ഉണ്ട്. രണ്ടും ഒരുമിച്ചാണ്. അതായത് രാജേട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു ആളുടെ 80ാം പിറന്നാളുമാണ്, 50ാം വിവാഹ വാർഷികവുമാണ്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോ ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അവരുടെ വിവാഹ വാർഷിക ആഘോഷവും ബർത്ത്ഡേ സെലിബ്രേഷൻ രണ്ടും കൂടിയിട്ടുള്ള കാണാം നമുക്ക്. ഞാൻ പിന്നെ അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും നേരത്തെ എണീക്കുക, കുളിക്കുക, വൃത്തിയാക്കുക, എല്ലാ സ്ഥലവും വൃത്തിയാക്കുക, മനസ്സ് ശുദ്ധിയാക്കുക, ശരീരം ശുദ്ധിയാക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുക മനസ്സിൽ. ഓക്കെ.